ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു LCFX. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡെയിലി ബയാസ്. എന്താണ് ഡെയിലി ബയാസ്, എങ്ങനെയാണ് ഒരു ഡെയിലി ബയാസ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു നോർമൽ ആയിട്ടുള്ള ഡെയിലി ബയാസ്, ബുള്ളിഷ് ബയാസ് ആൻഡ് ബൈരിഷ് ബയാസ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിന്ന് ചെറിയ രീതിയിലാണ് ഇന്ന് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് എൻട്രിയും കാര്യങ്ങൾ എടുക്കുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. എങ്ങനെയാണ് ഒരു ബയാസ് കണ്ടിന്യൂവേഷൻ, അത് സെല്ലാണോ അല്ലെങ്കിൽ ന്യൂട്രൽ ബയാസ് ആണോ നമുക്ക് വരുന്നത്, രണ്ട് മൂന്ന്, അതായത് ബുള്ളിഷ് ബയാസ്, ബൈരിഷ് ബയാസ്, ഒന്ന് ന്യൂട്രൽ ബയാസ് ആയിരിക്കും. അന്ന് നമുക്ക് ബയാസ് ഉണ്ടാവില്ല. ആക്ച്വലി നമ്മൾ ലിക്വിഡിറ്റി എടുക്കാത്തത് കൊണ്ട് നമുക്കൊന്ന് ബയാസും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് ആ ഒരു ദിവസം ട്രേഡിൽ നിന്ന് വിട്ട് നിൽക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ തന്നെ ഞാൻ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് ഒരു ഫസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ, അതായത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ. അപ്പോൾ ആ ഒരു രണ്ടാമത്തെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ട്, അതായത് അതിൻ്റെ ഹൈ, ആ ഒരു വിക്കിൻ്റെ ലിക്വിഡിറ്റി എടുത്ത് ബ്രേക്ക് ചെയ്ത് മുകളിൽ അതിൻ്റെ ഒരു ബോഡി, ആ രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ ബോഡി പാർട്ട്, അതായത് ആ ഒരു ക്യാൻഡിൽ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് തന്നെ മുകളിലാണ്, ഈ ഒരു ക്യാൻഡിലിൻ്റെ വിക്കിൻ്റെ മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യണത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് പ്രൈസ് ഓപ്പൺ ചെയ്യുക. ക്ലോസിംഗ് പ്രൈസ് ഇവിടെയാണല്ലോ. അപ്പോൾ നമ്മൾക്ക് അന്നത്തെ ദിവസം നമ്മുടെ ബയാസ് ബുള്ളിഷ് ബയാസാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഫുള്ളായിട്ട് ബോഡി ക്ലോസ് ചെയ്തത് കൊണ്ടാണ് ആ ഒരു ബയാസ് അവിടെ ആ ഒരു ദിവസത്തെ പിറ്റേ ദിവസത്തെ ബയാസ് ബുള്ളിഷ് ആയത്. അപ്പോൾ നമ്മൾ ബുള്ളിഷ് ആവാന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈ ലിക്വിഡിറ്റി, അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഒരു 70-80% ചാൻസ് കൂടുതലാണ്. അതായത് ഈ ഒരു ദിവസത്തെ ബയാസ് ആണ് നമ്മൾ പറയുന്നത്. ഈ ഒരു ക്യാൻഡിൽ ഫോം ആവാനുള്ള റീസൺ ആണ് പറഞ്ഞത്. ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ആ ഒരു ദിവസത്തെ ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ആ ക്ലോസ് ചെയ്യുമ്പോൾ അന്നത്തെ ബയാസ്, അതായത് പിറ്റേ ദിവസത്തെ ബയാസ്, ഈ ഒരു ബയാസ് എന്ന് പറയുന്നത് ബുള്ളിഷ് ബയാസ് ആണ്. ആ ഒരു ബുള്ളിഷ് ബയാസ് മാർക്കറ്റ് ഈ ഒരു ഹൈ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാനാണ്, അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്യാനാണ് ചാൻസ്. അപ്പോൾ അതാണ് ബുള്ളിഷ് ബയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേ തന്നെയാണ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലെ ബ്രേക്ക് ചെയ്തിട്ട് പ്രൈസ് ഇവിടെ ക്ലോസ് ആയി. ഈ ഒരു ഏരിയയിലാണ് പ്രൈസ് ക്ലോസ് ആയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ പ്രൈസ് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ദെൻ പിറ്റേ ദിവസം നമ്മൾക്ക് ഈ ഒരു ക്യാൻഡിൽ ഫോം ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബുള്ളിഷ് ബയാസ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഏതെങ്കിലും ഒരു ഇംബാലൻസോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ടുള്ള ഏരിയയിൽ നിന്നോ ആയിരിക്കും മാർക്കറ്റ് ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആവും, ദെൻ ചിലപ്പോൾ കുറച്ച് താഴേക്ക് വരും, എന്നിട്ടായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ടാവും. കാരണം ഇവിടെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം മാർക്കറ്റിന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോയിട്ടായിരിക്കും. പിന്നെ നമുക്ക് ചിലപ്പോൾ ലണ്ടനിലോ അല്ലെങ്കിൽ ന്യൂയോർക്കിലായിരിക്കും ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ഈ ഒരു റിവേഴ്സൽ, അതായത് ഈ ഒരു ബ്രേക്ക്, അതായത് ഈ ഒരു ലിക്വിഡിറ്റി നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ക്യാൻഡിലിൻ്റെ ഡെയിലി ക്യാൻഡിലിൻ്റെ ഹൈ ലോ ആൻഡ് ലിക്വിഡിറ്റീസ് ആണ്. അപ്പോൾ ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുക്കാനായിട്ട് മാർക്കറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നോർമൽ ആയിട്ടുള്ള ഒരു ഡെയിലി ബയാസും കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ നമുക്കത് മാർക്കറ്റിൽ നോക്കാം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു നല്ലൊരു ഏരിയ എടുത്തിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതിൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ട് ഈ ഒരു ക്യാൻഡിൽ റേഞ്ചിൻ്റെ ഉള്ളിലാണ് ക്ലോസ് ആയിട്ടുള്ളത് അല്ലേ. നമുക്ക് കാണാം ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് ഇവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ദിവസത്തെ ബയാസ് എന്ന് പറയുന്നത് ബുള്ളിഷ് ബയാസ് ആണ്. ബിക്കോസ് ഇതൊരു എന്താണ്, കാരണം ഈ ഒരു ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് ഇതിൻ്റെ പുറത്താണ് ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈരിഷ് ബയാസ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലാണ് ക്ലോസ് ആയത്, അപ്പോൾ നമുക്ക് ബുള്ളിഷ് ബയാസ് ആണ്. അപ്പോൾ ബുള്ളിഷ് ബയാസ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ഒരു ഹൈ ആണ് എടുക്കാൻ ചാൻസ്. ദെൻ അതായത് നെക്സ്റ്റ് ഡേയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹൈ എടുക്കാൻ ചാൻസസ് കൂടുതലാണ്. അതായത് ഒരു 70-80% ആണ് ഇതിൻ്റെ വിൻ റേറ്റ്. അപ്പോൾ ആ ഒരു ചാൻസസ് ആണ് ഇവിടെ ഉള്ളത് ഈ ഒരു ഹൈ എടുക്കാൻ. ഓക്കെ, നമുക്ക് നോക്കാം. മാർക്കറ്റ് ആ ഒരു ഹൈ എടുത്തിട്ടുണ്ട്. ഓക്കെ, യെസ്, നമ്മളുടെ ബുള്ളിഷ് ബയാസ് ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു മാർക്കറ്റിൻ്റെ ഈ ഒരു ഡെയിലി ക്യാൻഡിലിൻ്റെ ഒരു ഇംബാലൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോയിട്ടുള്ളത്. ഈ ഒരു എൻഡ് ഓഫ് ദി ഡേ ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ്, അതായത് ആ ഒരു എടുത്തിട്ടുണ്ട്, ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബൈരിഷ് ബയാസ് ആണ്. ബിക്കോസ് നമ്മൾക്ക് ക്യാൻഡിൽ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡെയിലി ബയാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബൈരിഷ് ആണ് ആക്ച്വലി അല്ലേ. യെസ്, കാരണം ബിക്കോസ് എന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ബോഡി ക്ലോസ് ആയിട്ടുള്ളത് അല്ലേ. ഇവിടെയാണ് മാർക്കറ്റ് ഇവിടെ ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് മാർക്കറ്റ് ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ആണ് റിവേഴ്സ് ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാൻ വരേണ്ടത്. അതായത് ഈ ഒരു ലിക്വിഡിറ്റി ആണ് പിറ്റേ ദിവസം മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താണ് എന്നുള്ളത്.
അപ്പോൾ മാർക്കറ്റ് ആദ്യം ഈ ലിക്വിഡിറ്റിയാണ് എടുത്തത്, മുകളിലത്തെ ലിക്വിഡിറ്റിയാണ്. നമുക്കിവിടെ ഒരു മാനിപ്പുലേഷനാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാതെ മുകളിൽ ഒന്നും കൂടിയും ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങും. അതായത് ഈ മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റിയാണ് എടുത്തിട്ട് ആദ്യം എടുത്തത്, ദെൻ മാർക്കറ്റ് ദെൻ താഴേക്കാണ് പിന്നെ പോന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ, ഈ ഒരു പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ ഒരു സ്ട്രോങ്, ഇതൊരു എൻഗൾഫിങ് ക്യാൻഡിലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇതൊരു നെക്സ്റ്റ് മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റിയും കൂടി എടുക്കാനുണ്ട്. ദെൻ ഇവിടെ സ്ട്രോങ് ആയിട്ട് ഒരു 2 ലിക്വിഡിറ്റിയും കൂടി മാർക്കറ്റ് ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം മാർക്കറ്റ് ആ ഒരു പിറ്റേ ദിവസം ബയറിഷ് ബയാസ് ആയിട്ടുണ്ട്. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ട് ക്ലോസ് ആയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ബയറിഷ് ക്യാൻഡിലാണ്. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ ആയിരിക്കും പോകുന്നുണ്ടാവുക ആ ഒരു ദിവസം ഓപ്പൺ ആയി കഴിഞ്ഞാൽ. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും പോകുന്നുണ്ടാവുക. ഈ ഒരു ലോ ആയിരിക്കും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് കൂടുതൽ. ഓക്കെ, യെസ്, അതെ, നമുക്ക് കാണാം. നമുക്ക് ആദ്യം മാർക്കറ്റ് ഓപ്പൺ ആയി, ദെൻ മുകളിലോട്ടാണ് പോയത്, ദെൻ എന്നിട്ട് താഴേക്ക് നല്ലൊരു റിവേഴ്സലായിരുന്നു ഇത് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിലും ബ്രേക്ക് ചെയ്ത് പോയി, ദെൻ അഗെയിൻ ഒരു ബൈരിഷ് ബയാസ് ആണ്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലോ ആണ് നെക്സ്റ്റ്, ഈ ഒരു ഡെയിലി ലോ ആണ് എടുക്കാൻ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുക ഇവിടെ മാർക്കറ്റ് ഈ ഒരു ലോ എടുക്കോ ഇല്ലേ എന്നുള്ളത്. നമ്മൾ എന്താണ് ഇവിടെ പ്രീവിയസ് ആയിട്ടുള്ള ഡേയിൽ സംഭവിച്ചിട്ടുള്ളത്, ഈ ഒരു ലോ എടുക്കാൻ ചാൻസസ് ഉണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ലോ എടുക്കോ എന്നുള്ളതും നമ്മൾ ജസ്റ്റ് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഡെയിലി ബയാസ് മാത്രമാണ് പറയുന്നത്. വേറെ ഒരു കാര്യം എങ്ങനെയാണ് എൻട്രി എടുക്കുന്നതൊന്നും കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. വളരെ ലെങ്തി വീഡിയോ ആയിട്ട് പോകും. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു ലോ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ ന്യൂട്രൽ ബയാസ് ആണ്. ആക്ച്വലി ഈ ഒരു ലോ എടുക്കുന്നതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്കിവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പോ അല്ലെങ്കിൽ ഒരു ഡെയിലിയുടെ ഹൈയോ ലോയോ എടുത്തിട്ടില്ല. നമുക്കൊരു ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഡെയിലി ബയാസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതിനിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റി, ഈ ഒരു 2 ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ്, അതായത് ഈ ഒരു ഡെയിലി ക്യാൻഡിലിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതിനൊക്കെയും നമുക്കൊരു ബുള്ളിഷ് ട്രെൻഡാണ് അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ഡേ കണ്ടു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ബുള്ളിഷ് ട്രേഡാണ് നമ്മളിവിടുന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതിനുള്ള പി ഒയും കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കുക, കൺഫർമേഷൻസ് ബാക്കിയെല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മളിവിടുന്ന് ട്രേഡ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവുക. മാർക്കറ്റ് അപ്പോൾ ഈ ഒരു ഹൈ എടുത്തിട്ടില്ല, ദെൻ അഗെയിൻ ന്യൂട്രൽ ബയാസ് ആയിട്ടുണ്ട്. ഓക്കെ, അഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലോ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു ബുള്ളിഷ്, ഓക്കെ, ഈ ഒരു ലോ എടുത്ത് ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബുള്ളിഷ് ബയാസ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റായി ബുള്ളിഷ് ബയാസിനായി ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ആണ് എടുത്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഡെയിലി ബയാസ് എങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് കാണാൻ ന്യൂട്രൽ ബയാസ് ആവും, ലിക്വിഡിറ്റിയും കാര്യങ്ങളും എടുക്കില്ല. ആ ഒരു ദിവസം കൺസോൾട്ടേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ പി ഒയും കാര്യങ്ങളും സ്ട്രോങ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡയറക്ഷൻ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ്സും കാര്യങ്ങളൊക്കെ എടുക്കാം എന്നുള്ളത് വേറൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഡെയിലി ഒരു ബയാസ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.